ഉത്തർപ്രദേശിലേക്ക് ആദ്യം ഒന്ന് കടക്കാം എന്ന് തോന്നുന്നു. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് നോക്കണം. BJP ആണ്, കോൺഗ്രസ് ഉണ്ട്, SP ഉണ്ട്, BSP ഉണ്ട്, രാഷ്ട്രീയ ലോക്ദളുണ്ട്. ഈ വിഷയത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് അതീവ ദുർബലം. ഇതര പാർട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യവുമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇന്ത്യ മുന്നണി വരുന്നത് വലിയ തിരിച്ചടിയാവുമെന്നൊരു വിലയിരുത്തൽ വരുമ്പോൾ ആ രീതിയിൽ കാണാവുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്, അല്ലേ? ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശ് കാരണം ഈ 545 ലോക്സഭാ മണ്ഡലങ്ങളിൽ 80 ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. നമ്മുടെ ഒരു 3-4 ചെറിയ സംസ്ഥാനങ്ങളൊക്കെ ചേരുന്നതിനേക്കാൾ വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നേരത്തെ 85 ലോക്സഭാ സീറ്റായിരുന്നു ഉത്തരാഖണ്ഡ് അവിടെ നിന്ന് വേർപെട്ട് പോകുന്നതുവരെ. ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ, തൊട്ടടുത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ 48 സീറ്റ് മാത്രമാണെന്ന് ആലോചിക്കണം. 60 സീറ്റിലോ 58 സീറ്റിലോ ഒന്നും നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയുടെ ഭരണത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. പണ്ട് പറയുന്നത് തന്നെ അങ്ങനെയായിരുന്നു. ഈ കോൺഗ്രസിന്റെ പ്രതാപകാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ ഉത്തർപ്രദേശിൽ ജനിക്കണം, കോൺഗ്രസ് ആവണം എന്നായിരുന്നു മുദ്രാവാക്യം തന്നെ. ഉത്തർപ്രദേശിൽ ജനിക്കുകയും കോൺഗ്രസ് ആവുകയും അല്ലാത്ത ഒരാളിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പോലും ഉണ്ടായിരുന്നു. ഈ 51 മുതൽ 71 വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ പിളർപ്പ് വരെയുള്ള ഘട്ടത്തിൽ കോൺഗ്രസ് അത്തരത്തിലേക്ക് ഒരു വലിയ ശക്തിയായിരുന്നു. ആ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി പരിശോധിച്ചാൽ അവിടെ BJP കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി BJP വലിയ മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനമാണ്. അവിടെ പലതരത്തിലുള്ള സഖ്യങ്ങൾ മത്സരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ SP-യും BSP-യും ഒരുമിച്ചാണ് മത്സരിച്ചത്. കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഈ SP-BSP ഒരുമിച്ച് മത്സരിക്കുന്നതിനൊക്കെ വലിയൊരു പല ഘട്ടത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുകയൊക്കെ ഈ അയോധ്യ മുദ്രാവാക്യമൊക്കെ ഉയർത്തി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തുകയും അവിടെ അത്തരം ആ ഒരു തീവ്രമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കാൻഷിറാം എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ദളിത് നേതാവും അതോടൊപ്പം തന്നെ SP-യുടെ സുപ്രീമോ ആയിരുന്ന മുലായം സിംഗ് യാദവും യോജിക്കുന്നു. അന്ന് അവിടെ അവർ ഉയർത്തിയ ഒരു പ്രധാന മുദ്രാവാക്യം തന്നെ മുലായം കാൻഷിറാം ഹവാമേം ഉദ്ഗയാസ് ജയ് ശ്രീറാം എന്നായിരുന്നു. മുലായം സിംഗ് യാദവും കാൻഷിറാമും ഒന്നിച്ചാൽ ജയ് ശ്രീറാം ആകാശത്തിൽ ലയിച്ചു പോകും, വായുവിൽ ലയിച്ചു പോകും എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു മുദ്രാവാക്യമൊക്കെ ഉയർത്താൻ ഈ പാർട്ടികൾക്ക് കഴിയുമോ എന്നൊക്കെ ഉള്ളത് സംശയമാണ്. അതിനെ രാഷ്ട്രീയമായി അതിനെ മറ്റു തരത്തിലേക്കൊക്കെ ഹൈന്ദവ രാഷ്ട്രീയമായിട്ടൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉയർത്തിയ സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ് നാലേക്കണം. അന്നാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ ഉത്തർപ്രദേശിൽ അധികാരം നേടുന്നത്. പിന്നീട് BJPക്ക് അധികാരത്തിൽ നിന്ന് അവരെ ഇറക്കാൻ വേണ്ടി കല്യാൺ സിംഗിനെ പോലെയുള്ള BJPയുടെ ഒരു OBC മുഖത്തെ തന്നെ അവിടെ അവതരിപ്പിച്ചൊക്കെയാണ് അവസാനം BJPക്ക് തിരിച്ചു പിടിക്കാനൊക്കെ വരുന്നത്. പിന്നീട് ഈ മുലായം സിംഗ് യാദവിന്റെയും മായാവതിയുടെയും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന വലിയ നേതാക്കളാണ്. ഇവർക്ക് ഒരിക്കലും അങ്ങനെ സ്ഥായിയായി യോജിച്ചു നിൽക്കാൻ കഴിയുന്ന നേതാക്കളൊന്നുമല്ല. ഇവർക്ക് രണ്ടുപേർക്കും 2 വോട്ട് ബേസ് കൂടിയാണ്. മായാവതി വോട്ട് ബേസ് പൂർണ്ണമായും ദളിത് വോട്ട് ബേസ് ആണ്. പിന്നീട് അതിനുശേഷമാണ് മായാവതി ഈ ബ്രാഹ്മൺ വോട്ട് ബേസ് കൂടി ചേർത്ത് അവിടെ അധികാരമൊക്കെ പിടിക്കുന്നത്. മുലായത്തിൻ്റെതാണെങ്കിൽ യാദവ വോട്ട് ബേസ്, OBC വോട്ട് ബേസ് പ്ലസ് മുസ്ലിം വോട്ട് ബേസ് ആയിരുന്നു. മുലായം എന്നൊക്കെ മുലായത്തെ കളിയാക്കിയൊക്കെ വിളിക്കുമായിരുന്നു. മൗലാനയാണ്, ഹിന്ദു അല്ല, മുസ്ലിമുകൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾ. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ കിട്ടിയ UP-യെ സംബന്ധിച്ച് മുസ്ലിം സമുദായം ഏറ്റവും നിർണായകമായ സ്ഥലമാണ്. അങ്ങനെ ആ മുസ്ലിം വോട്ട് ബേസ്, OBC വോട്ട് ബേസ് പ്ലസ് ദളിത് വോട്ട് ബേസ് കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അത് മുലായവും മായാവതി, അവർ യോജിച്ചപ്പോഴാണ് അന്ന് അവിടെ അധികാരം സാധ്യമായത്. പിന്നീട് ഇവർ സ്വാഭാവികമായി ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ 2017 നിയമസഭ, അത് 2019 ലോക്സഭ, ആ 2 കണക്കുകളും ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. NDA നേടിയ സീറ്റുകൾ 322 സീറ്റുകൾ NDAക്ക്, SP-യും കോൺഗ്രസും കൂടെ സംയുക്തമായി 54. അത് എത്ര തുലവും കുറവാണ്, കോൺഗ്രസ് എത്രത്തോളം ദുർബലമാണ് എന്ന് വ്യക്തമാകുന്ന ആ കണക്കുകൾ. BSPക്ക് 19, മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട്. ഇതാണ് 2017. ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് 2019 എത്തുമ്പോഴും BJPയും APSും കൂടെ 64 എന്നുള്ളൊരു കണക്കിൽ നിൽക്കുന്നു. BSP 10, SP 5, കോൺഗ്രസ് ഒറ്റ സീറ്റ് മാത്രം 2019. ഈ 2024 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തൊരവസ്ഥ ഉത്തർപ്രദേശിലെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ കോൺഗ്രസിന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ആ ഒരു ഷെയറിങ്ങിൽ കോൺഗ്രസിന് ആ പ്രഷറിൽ
സ്വാധീനപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു വഴി. അപർണ, ആ ഘട്ടത്തിലേക്ക് വരുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞതിന്റെ ഒരു തുടർച്ച കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് മഹാഗഠബന്ധൻ വീണ്ടും ഈ പറയുന്ന മുലായം സിംഗ് യാദവും കാൻഷിറാമും ഉണ്ടാക്കിയ മഹാഗഠബന്ധൻ വീണ്ടും പ്രാബല്യത്തിൽ വരുന്നത്. വീണ്ടും മായാവതിയും അഖിലേഷ് യാദവും തമ്മിൽ ഒന്നിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആലോചിക്കണം, മായാവതിക്ക് 20% വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടിയാണ്. അവിടെ സീറ്റ് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ പോലും മായാവതിക്ക് 20% വോട്ട് ബേസ് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അഖിലേഷ് യാദവിനെ സംബന്ധിച്ചാലും അഖിലേഷ് യാദവിന് കഴിഞ്ഞ തവണത്തേക്ക് 18.11 മായാവതിയുടെ 19.43 ആയിരുന്നു വോട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ മഹാഗഠബന്ധൻ ഉണ്ടാക്കുന്നത്. അന്ന് ഇവർ കോൺഗ്രസിനെ കൂടെ കൂട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു എന്നും പറയാൻ കഴിയില്ല. കോൺഗ്രസിനെ പരസ്യമായ ഒരു ശ്രമം ഉണ്ടാക്കിയിട്ട് അവസാനം ഇവർ പറഞ്ഞത് ഞങ്ങൾ 2 സീറ്റ് ഒഴിച്ചിടാം, അത് അമ്മയ്ക്കും മകനും മത്സരിക്കാൻ വേണ്ടി, ഒന്ന് രാഹുൽ ഗാന്ധിക്കും ഒന്ന് സോണിയാഗാന്ധിക്കും മത്സരിക്കാൻ വേണ്ടി റായ്ബറേലിയും അമേഠിയും ഒഴിച്ചിടാം, ബാക്കി സീറ്റുകളിലൊക്കെ ഞങ്ങൾ മത്സരിക്കുമെന്നുള്ള തീരുമാനം വന്നു. അവസാനം കോൺഗ്രസ് ഇവരുടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായി. അങ്ങനെ എന്തായാലും ആ തെരഞ്ഞെടുപ്പിലും ഇവർക്ക് അങ്ങനെ കാര്യമായ രീതിയിലേക്ക് ഒരു മുന്നേറ്റമൊന്നും ആ സമയത്തും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നീട് മായാവതി പിന്നീട് പരസ്യമായി പറയുന്നത് ഈ SP ആണ് ചതിച്ചത്, അതുകൊണ്ടാണ് പരാജയത്തിലേക്ക് നീങ്ങിയത് എന്നൊക്കെ. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ BJP അന്ന് 49.98% വോട്ട് കിട്ടി 64 സീറ്റുകളിലേക്ക് BJP വരുന്നു. 19.43% വോട്ട് കിട്ടിയ BSP 10 സീറ്റിലേക്ക് വരുന്നു. SP 18.11% 5 സീറ്റിലേക്ക് വരുന്നു. കോൺഗ്രസ് 6.36% വോട്ട് മാത്രമാണ് കിട്ടിയത്. സോണിയാഗാന്ധി മാത്രമാണ് ആകെ, ഒരു കാര്യത്തിൽ ആലോചിക്കണം, ഒരു കാലത്ത് UP ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് പിന്നീട് ക്ഷയിച്ച് അതിൻ്റെ ഒരു തൊഴുത്തിൽ കെട്ടാൻ എന്നൊക്കെ പറയാൻ കഴിയില്ല, തൊഴുത്തിൽ പോലും കെട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് മെലിഞ്ഞു പോയ ആനയായി ആകെ സോണിയാഗാന്ധി മാത്രം. അത് സോണിയാഗാന്ധി ആയതുകൊണ്ട് ജയിക്കുന്നതാണ്. റായ്ബറേലിയിലെ അവസ്ഥ അറിയാം, മുൻകാലങ്ങളിലൊക്കെ UPയിലെ അവസ്ഥയിൽ അങ്ങനെ റായ്ബറേലി ഞാൻ ചോദിച്ചത് ഈ സീറ്റ് ബാർഗൈനിങ്ങിൽ കോൺഗ്രസിന്റെ പവർ അവിടെയാണ് പവർ വീണ്ടും കുറയുന്നത്. വീണ്ടും കുറഞ്ഞ അടുത്ത നിയമസഭയിലേക്ക് വരുന്ന കണക്കിലേക്ക് വരുമ്പോഴേക്കും അവിടെ BJP 255 സീറ്റോടെ 41% വോട്ട് ഷെയറും SP അവരുടെ വോട്ട് ഷെയർ കൂട്ടി 32% വർദ്ധിപ്പിച്ചു SPയുടെ വോട്ട് ഷെയർ. ആ സമയത്ത് BSPയുടെ വോട്ട് ഷെയർ 12.88, അവരുടെ 19-20 എന്നുള്ള സ്ഥിരമായിട്ട് നേടിക്കൊണ്ടിരുന്ന വോട്ട് ഷെയറിൽ നിന്ന് BSPയുടെ വോട്ട് ഏകദേശം 8%, BSP 7% BSPയുടെ വോട്ട് ഷെയർ കുറഞ്ഞു. അതിനുശേഷം കോൺഗ്രസിന്റെ വോട്ട് ഷെയറാണ് ഏറ്റവും ദയനീയം എന്ന് പറയാവുന്നത്, അത് 2.33 അപ്പോൾ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കും വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒരു സീറ്റ് ഷെയറിംഗിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയും കടക്കാനാവും. അങ്ങനെ ഒരു 2.33% മാത്രം വോട്ട് കിട്ടിയ ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ലോക്സഭയുടെ കണക്കല്ല നിയമസഭയിൽ ഞങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടി മത്സരിച്ച ഒരു പാർട്ടിയല്ല, അതുകൊണ്ട് ലോക്സഭയുടെ കണക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ പോലും അവിടെയും 6.36% മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട്. കോൺഗ്രസ് വല്ലാത്ത രീതിയിലേക്ക് അവിടെ വലിയ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ പുറമേക്ക് കെട്ടാൻ നാണം കെടുന്ന രീതിയിലേക്ക് ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ഈ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഇപ്പോഴുണ്ട്. അത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു അർത്ഥമൊക്കെ ഗാർഗയുടെ വാക്കുകൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഉത്തർപ്രദേശിന്റെ വിഷയത്തിനകത്ത് കോൺഗ്രസ് ആ കടുംപിടുത്തത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മാറിയ ഒരു ഇത്. അപർണ, അവർക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ കോൺഗ്രസിന് ബലം പിടിക്കാനും മസിൽ പിടിക്കാനും ഒക്കെ കഴിഞ്ഞത് അവർക്ക് അവിടെയൊക്കെ ശക്തിയുള്ള സംസ്ഥാനമാണ്. ഈ ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഈ അപമാനമൊക്കെ അഖിലേഷ് യാദവ് സഹിച്ചത്, നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു കാണിച്ചു തരാൻ അഖിലേഷ് യാദവിന് സ്പേസ് ഉണ്ട്. ആ സ്പേസ് കൂടി കണ്ടാണ് അഖിലേഷ് യാദവ് ബലം പിടിക്കുന്നത്. അഖിലേഷ് യാദവിനെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ ഒരു പിന്തുണ വേണം. ചില അഖിലേഷ് യാദവും അവിടെ ഈ 31-34% കൊണ്ട് അപ്പുറത്ത് ഒറ്റ പാർട്ടിയായി നിൽക്കുകയാണ് BJP ഏകദേശം 48-49% വോട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയോട് ഇവർക്ക് 34% വോട്ട് കിട്ടി, ഇനി SP കുറെ കൂടി BSP തളർന്നു പോയാൽ അവിടെ നിന്ന് ഒരു 5-6% വോട്ട് കൂടി ഇപ്പുറത്ത് വന്നാൽ പോലും അതും പൂർണ്ണമായി ഇപ്പുറത്ത് വരണമെന്നില്ല, കുറച്ച് BJPയിലേക്ക് കൂടി പോവാം. അത് വീതിച്ചെടുത്താൽ പോലും അഖിലേഷ് യാദവിന് കാര്യമായ സീറ്റുകൾ നേടാൻ കഴിയില്ല. അവിടെ അഖിലേഷിനെ സംബന്ധിച്ച് കോൺഗ്രസ് എത്ര ദുർബലമാണെങ്കിലും കോൺഗ്രസിന്റെ പ്രത്യേകത ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനൊരു എല്ലാ സ്ഥലങ്ങളിലും സീറ്റുണ്ട്. അപ്പോൾ ഒരു 5000 വോട്ടിനോ 10000 വോട്ടിനോ ഒക്കെ പരാജയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ SPക്ക് ജയിക്കാൻ കഴിയും. അവിടെ SP അവിടെ ആലോചിക്കുന്നത് സ്വാഭാവികമായി ഇപ്പോൾ RLDയും അവരുടെ കൂടെ ചൂരാമെന്ന് പറഞ്ഞു. RLD എന്ന് പറയുന്നത് ഈ അജിത് സിംഗിന്റെ RLDക്ക് ഈ കിഴക്കൻ UPയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കുറെ സ്വാധീനം, ജാട്ട് മേഖലകളിലൊക്കെ സ്വാധീനമുള്ളതാണ്. ജാട്ട് വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ്. അവരുടെ ശതമാനം നോക്കേണ്ടതില്ല, അവരുടെ ശതമാനം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. പടിഞ്ഞാറൻ UPയുടെ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ്. ആ ജാട്ട് മേഖലകളിലൊക്കെ വോട്ട് സ്വാഭാവികമായി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ RLDയെ കൂടെ കൂട്ടുന്നു. ഒപ്പം SPയെ കോൺഗ്രസിനെ കൂടെ കൂട്ടിയാൽ SPയെ സംബന്ധിച്ച് അവിടെ മത്സരിച്ച് നോക്കാൻ ഒരു ചാൻസ് ഉണ്ട്.
അതിനിടയിൽ മായാവതി ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇന്ത്യ സഖ്യത്തിലേക്ക് വരണമെങ്കിൽ SP മാറ്റി നിർത്തിയാലേ വരാൻ കഴിയുമെന്നുള്ളത്. മായാവതിയെ സംബന്ധിച്ച് സ്വാഭാവികമായി ഇന്ത്യ സഖ്യത്തിലേക്ക് വരാൻ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി തന്നെ അത് കൃത്യമായി റൂൾ ഔട്ട് ചെയ്തതാണ്. മായാവതി അവിടേക്ക് വരുന്നില്ല, മായാവതിയെ പോലെ ആളെ പിടിക്കുന്നില്ല, അവർ സ്വാഭാവികമായി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ഇപ്പോൾ 80 സീറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിന് 5 സീറ്റോ 10 സീറ്റോ ഒക്കെ, ചിലപ്പോൾ 10 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ കണക്കാനുള്ളൂ. ചിലപ്പോൾ 6-ലേക്കാളും കുറഞ്ഞ സീറ്റിലേക്കായിരിക്കും വരുന്നത്. പക്ഷെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച നടത്തിയാൽ കോൺഗ്രസിന് ഉണ്ടാകുന്നൊരു നേട്ടം മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കോൺഗ്രസിന് അത്തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവരുമായി, അല്ലെങ്കിൽ ഞങ്ങൾ ദാണ്ട് ഇവിടെ ഇത്രയും വലിയ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറായി. കഴിഞ്ഞ തവണ ആലോചിക്കണം, മായാവതിയും അഖിലേഷും ചേർന്നപ്പോൾ 2 സീറ്റാണ് കോൺഗ്രസിന് വെച്ചിട്ട്. അത് കോൺഗ്രസിനെ അപമാനിച്ച് പുറത്തുവിടാൻ വേണ്ടി തന്നെ ബോധപൂർവം ചെയ്തൊരു തീരുമാനം കൂടിയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് പിന്നെ അവസാനം 399 സീറ്റുകളിലും മത്സരിക്കുകയും മഹാഭൂരിപക്ഷ സീറ്റുകളിലും കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ദയനീയമാണ് അവരുടെ അവസ്ഥയെന്ന് ആലോചിക്കണം. പക്ഷേ ഇത്തവണ എന്തായാലും ആ സ്ഥിതി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഖാർഗെക്ക് ഈ മറ്റ് നേതാക്കളെ പോലെയല്ല, ഇപ്പോൾ കമൽനാഥിനെ പോലെയോ, കമൽനാഥൊക്കെ ആ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു നേതാവാണ്. ഖാർഗെയെ സംബന്ധിച്ച് ഇവരെല്ലാം സ്വീകാരനാവാനും ഒരു കാരണം ഖാർഗെ കുറെ കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന, പുതിയ കാലത്തിന്റെ പ്രായോഗികത മനസ്സിലാക്കുന്ന ആളാണ്. ഇപ്പോൾ ഖാർഗെ വന്നതിന് ശേഷം കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കർണാടകയിലെ ഒരു 6 or 7 ദളിത് വിഭാഗങ്ങളുണ്ട്. അതെല്ലാം പരസ്പരം തമ്മിലടിക്കുന്ന ദളിത് വിഭാഗങ്ങളാണെന്ന് കൂടി ആലോചിക്കണം. ഒരു തരത്തിലും യോജിക്കാത്ത വിഭാഗങ്ങളാണ്. അവരെല്ലാം കൂട്ടി യോജിപ്പിക്കാനും ഖാർഗെക്ക് അതുകൊണ്ടാണ് ഖാർഗെ പറയുന്നത് ഈ പ്രാദേശിക തലത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, ദേശീയ തലത്തിൽ ഞങ്ങളത് പരിഹരിക്കും. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ അദ്ദേഹം പറയുന്ന ഒരു കോൺഫിഡൻസ് ആ ഒരു ബേസിലായിരിക്കും. അത് തന്നെയാണ് ഖാർഗെയെ സംബന്ധിച്ച് ആ തരത്തിലൊരു കോൺഫിഡൻസ് ഖാർഗെക്കുണ്ട്. ഖാർഗെ ആ തരത്തിൽ ഇടപെടുന്നത് ഖാർഗെയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഖാർഗെ ഏതെങ്കിലും നരേന്ദ്രമോദിയോട് പോലും ആ തരത്തിൽ സംസാരിക്കുന്ന ഒരാളല്ല. അതായത് ഖാർഗെ കുറെ കൂടി മാന്യമായ രീതിയിൽ സംസാരിക്കുകയും കുറെ കൂടി മയപ്പെട്ട് സംസാരിക്കുകയും ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ആ തരത്തിലേക്ക്. ഖാർഗെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ദയനീയമായ സ്ഥലത്താണ്. അതിനു മുമ്പെല്ലാം അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നില്ല. അദ്ദേഹം 2019 ലോക്സഭയിൽ വരുന്നത്. അതിനു മുമ്പെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം നിയമസഭയിലായിരുന്നു, കർണാടക നിയമസഭയിലായിരുന്നു. അദ്ദേഹം 9 തവണ ജയിച്ച ആളാണ്. പക്ഷേ ലോക്സഭയിലേക്ക് അദ്ദേഹം വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ആദ്യ ടൈമിൽ മന്ത്രിയായിരുന്നു. 2ാം ടൈം വന്നപ്പോഴേക്കും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തിന് അങ്ങേയറ്റം കണ്ട് തിരിച്ചറിഞ്ഞു പുള്ളി എങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടി യോജിപ്പിക്കാൻ നിർത്തുന്നത് അതിന് ശേഷിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ അഖിലേഷ് യാദവ് പഴയ ദേശീയ ഏത് തരത്തിലേക്കൊക്കെ ഇവരോട് പെരുമാറും എന്നുള്ള കോൺഗ്രസിന്റെ അതൊക്കെ പിന്നീട് വരാൻ പോകുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ് കൂടിയാണ്.